കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ശൂനോയ നോയമ്പിലെ 7-ാം ദിവസം നമ്മൾ ഒരുമിച്ച് കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതം കർത്താവിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും കർത്താവായ യേശു മിശിഹായാണ്. ഒരു ദിവസം നമ്മൾ കർത്താവിലേക്ക് നമ്മൾ ഉയരണം, കർത്താവിലേക്ക് നമ്മൾ വളരണം. ഒരു ദിവസം കർത്താവായ യേശു മിശിഹായുടെ ജീവിതവും നമ്മുടെ ജീവിതവും ഒന്നാവണം. നോയമ്പ് മുഖേന എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി എല്ലാം കർത്താവിനെ പോലെ ആയിത്തീരണം. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യമാണ്. നമ്മളതിൽ കാണാൻ സാധിക്കുന്നു, ദൂതൻ അവളോട് അടുത്ത് എന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗം ഗബ്രിയേൽ മാലാഖ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേ ഗബ്രിയേൽ മാലാഖ നമ്മൾ ഓരോ വിശ്വാസികളോടും സഭയിൽ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. നമ്മൾ ഓരോ വ്യക്തികളോടും ഗബ്രിയേൽ മാലാഖ ഇത് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളെല്ലാം ദൈവകൃപ നിറഞ്ഞവളാണ്. അപ്പോൾ ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും പാപത്തിൽ നിന്നും മാറി പുണ്യത്തിൽ ജീവിക്കും. ദൈവകൃപ ഉള്ള വ്യക്തി എന്നും ദൈവത്തിന് മുമ്പാകെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കണം, മാതാവിന് ആ ദൈവകൃപ ലഭിച്ചത് മാതാവിൻ്റെ ജീവിതശൈലി, മാതാവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന, മാതാവിൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് നൽകിയ പ്രാധാന്യമാണ്. ഇതേ ഒരു കാര്യമാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈശോയ്ക്ക് പ്രാധാന്യം നൽകണം, പ്രാർത്ഥിക്കണം, ഈശോടൊപ്പമായിരിക്കണം. നമ്മുടെ ജീവിതം കൂടുതൽ കൃപയിലേക്കും കൂടുതൽ ശക്തിയിലേക്കും നമ്മളെ തന്നെ ഈശോ മിശിഹായുടെ കൈകളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം ഈശോയിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ ഈശോയിലേക്ക് കൂടുതൽ ജീവിതം സമർപ്പിക്കുമ്പോൾ ഈ മാതാവിന് ലഭിച്ച അതേ കൃപ നമുക്കും ലഭിക്കും. പ്രത്യേകമായി നമുക്ക് ഏശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 8-9 വാക്യം ഒന്ന് കേൾക്കാം. എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ എബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂരങ്ങളിൽ നിന്നും നിന്നെ ഞാൻ വിളിച്ചു. നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. നമ്മൾ എത്ര അകന്നു പോയാലും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കും, ദൈവം നമ്മളെ അടുത്ത് ചേർത്ത് നിൽക്കും, ദൈവം നമ്മളെ വിളിക്കും, ദൈവം നമ്മളെ അടുത്ത് ചേർത്ത് നിർത്തും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു നോയമ്പിൻ്റെ സമയത്ത് നമ്മുടെ ജീവിതം കൂടുതൽ പ്രാർത്ഥനയിൽ സമർപ്പിക്കുക. നമ്മളെയും ദൈവം എന്നും ഈ ഒരു കൃപയിലും വിശുദ്ധിയിലും തന്നെ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.